അങ്ങനെ കാത്തിരുന്ന കോളേജിലെ ഓണം സെലിബ്രേഷൻ ഇന്നായിരുന്നു. ഇത്തവണത്തെ കോളേജ് ഓണം കഴിഞ്ഞ തവണത്തെക്കാളും കൂടുതൽ സ്പെഷ്യലും ആണ്. അതേപോലെ തന്നെ ഞങ്ങൾ കൂടുതൽ എക്സൈറ്റഡും ആയിരുന്നു. ഇത്തവണ ചീഫ് ഗസ്റ്റ് എന്നും വരുന്ന പോലെയല്ല, പുറത്തുനിന്ന് ഒരാളായിരുന്നു. അത് ആരാന്നല്ലേ ഇപ്പൊ നമ്മൾ എന്തിനാണ് അവിടെ നിൽക്കുന്നത്? വിനീതിനെ ആരുടെ മണ്ടക്കറി കുറച്ചധികം വെയിൽ ഞങ്ങളെ കൊള്ളിപ്പിച്ചെങ്കിലും ഇതെല്ലാം വിനീതേട്ടിന് വേണ്ടിയല്ലേ. ഞങ്ങളുടെ നഴ്സിംഗ് കോളേജിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചീഫ് ഗസ്റ്റ് ഒക്കെ വരുന്നത്. സോ അതിന്റേതായ എക്സൈറ്റ്മെന്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ആളുടെ എൻട്രി എല്ലാം കഴിഞ്ഞിട്ട് നോർമലി ഉള്ള പോലെ തന്നെ പരിപാടികളെല്ലാം സ്റ്റാർട്ടാക്കി. പിന്നെ ഞാൻ ഈ പറഞ്ഞ പരിപാടികളുടെ എല്ലാം കൂടെ ഞങ്ങളുടെ വക ഒരു ഗ്രൂപ്പ് ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. തെറ്റിക്കല്ലേന്ന് മാത്രമായിരുന്നു പ്രാർത്ഥന. കാരണം വിനീതന്റെ മുമ്പിൽ തെറ്റിച്ച അതൊരു മോശമല്ലേ. അങ്ങനെ ലാസ്റ്റ് നമുക്ക് വേണ്ടി ഒരു പാട്ടെല്ലാം കൂടി പാടിയിട്ടാണ് ആൾ അവിടെ നിന്ന് പോയത്. ചിലരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവും ഇതൊക്കെ വലിയ കാര്യമാണെന്നോ. പക്ഷെ ഫോർ അസ് ഇറ്റ് ഈസ് എ വലിയ കാര്യം. കമ്മിങ് ടു ദ ഫൈനൽ പാർട്ട് ഓഫ് ഓണം, ദാറ്റ് ഈസ് സദ്യ. ഒരു സദ്യ ഇല്ലാണ്ട് എങ്ങനെയാ ഓണം കഴിയുക? അതും അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. സദ്യ അതെ, കഴിഞ്ഞ തവണ വേവാത്ത ചോറായിരുന്നു. ഇത്തവണ നല്ല വെന്ത ചോറ്, നല്ല കറി, അടിപൊളി. അപ്പൊ ഓക്കെ, ബൈ.